രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു ഇത്രയും നാൾ? വെറുമൊരു ക്രെഡിറ്റ് തട്ടിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവരെല്ലാവരും അവിടെ എത്തിച്ചേരുന്നത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ദിനാഹാരം കിടന്ന കുറേ വിദ്യാർത്ഥി സംഘടന നമ്മളെ ഇന്ത്യയിൽ തന്നെയുണ്ട്. ജൂൺ 20 മുതൽ ജൂലൈ 25 വരെ, ഇന്നലെ ഉച്ചയ്ക്ക് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നത് വരെ ഇതിനു വേണ്ടി പോരാടിക്കൊടുന്ന എല്ലാ വിദ്യാർത്ഥി സംഘടനയും ഈ ഇന്ത്യയിൽ തന്നെയുണ്ട്. അവസാന ഘട്ടത്തിൽ വന്ന് ട്രെൻഡ് പിടിക്കാൻ നോക്കിയ കുറേ സംഘടന പുറത്തുമുണ്ട്. ജൂൺ 20 മുതൽ ജൂലൈ 25 വരെ നിരാഹാരം പോലീസുകാരുടെ ജലവീരങ്കിയും കൊണ്ട് കടന്ന ഇടതുപക്ഷത്തിൻ്റെ കുറേ വിദ്യാർത്ഥി സംഘടന, പ്രത്യേകിച്ചും SFI, ASF എന്ന് പറഞ്ഞ കുറേ വിദ്യാർത്ഥി സംഘടന നമ്മുടെ ഇന്ത്യയിലുണ്ട്. ചൈനീസ് ബന്ധം ആരോപിച്ച് SFIയുടെ അതേപോലെ ASFിനെ നേതാക്കളെ അവിടെ CJPയുടെ പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായ നേതാക്കളെയൊക്കെ, അതായത് ഒരു ആൻറ്റി നാഷണൽ എന്ന് പറഞ്ഞ് ആ ധാരയിൽ നിന്ന് മാറ്റാനായിട്ട് സംഘപരിവാർ ഭരണകൂടം അങ്ങേയറ്റം ശ്രമിച്ചു. അതേ തുടർന്ന് ഈ സമരം വിജയിക്കുമ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ അങ്ങേയറ്റം നാണം കെട്ട് രാജിവെച്ച് പുറത്തു പോകുമ്പോൾ CJPയുടെ അധ്യക്ഷനായ അശുതോഷ് റാങ്ക് ഉൾപ്പെടെ, അതായത് SFIനെയും ASFിനെയും ഇടതുപക്ഷ സംഘടനകളെയും പുകഴ്ത്തിക്കൊണ്ട് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ വരുമ്പോൾ കേരളത്തിലെ നവമാധ്യമങ്ങളും മുഖ്യധാര മാധ്യമങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് ഒരു തരത്തിലുള്ള ഒരു ന്യൂസോ കാര്യങ്ങളോ ഏറ്റെടുത്തു പോകാത്തൊരു സാഹചര്യമാണ് ഇന്നിപ്പോൾ കേരളത്തിൽ നടന്നു പോയിക്കൊണ്ടിരുന്നത്. കൃത്യമായി പറഞ്ഞാൽ രാഹുൽ ഗാന്ധി, അതായത് ജൂലൈ 20 തുടങ്ങി 28 ഹങ്കർ സ്ട്രൈക്ക് തുടങ്ങുമ്പോൾ അന്ന് തൊട്ട് ഇപ്പോൾ ജൂലൈ 25 ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച ദിവസം എത്തി. അപ്പോൾ അതേ തുടർന്ന് രാഹുൽ ഗാന്ധി കേവലം ഒരു ട്രെൻഡിനൊപ്പം നീങ്ങുക, അതായത് ഒരു രാജ്യത്തിൻ്റെ ഒപ്പോസിഷൻ ലീഡറാണ് അദ്ദേഹം. കാര്യം പറഞ്ഞ ഒരു ട്രെൻഡിനൊപ്പം നീങ്ങി, അതായത് എല്ലാവരിലോട്ടും എത്തി. ജെൻസി മൊത്തം ഇത് ഏറ്റെടുത്തു. അതേ തുടർന്ന് ഇതിന് ഇനി നിന്നില്ലെങ്കിൽ നാണം കെട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ജസ്റ്റ് ഒന്ന് വന്ന് ഒരു പ്രഹസനം നടത്തി പോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. ആദ്യം തന്നെ ആ പ്രൊട്ടസ്റ്റിൻ്റെ ഇതിലുണ്ടായിരുന്നിട്ടുള്ള ഇടത് എംപിമാരെ കുറിച്ച് പരിശോധിക്കാം. നമ്മുടെ A. റഹീം MP ഉൾപ്പെടെ, K. രാധാകൃഷ്ണൻ MP ഉൾപ്പെടെ, അതേപോലെ നമ്മുടെ ശൈലജ ടീച്ചർ, രാജീവ് മിനിസ്റ്റർ, അങ്ങനെ ഒരുപാട് ഇടതുപക്ഷ MA ബേബി ഉൾപ്പെടെയുള്ള ഒരു അറസ്റ്റ് വരെ കൈവരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമ്മുടെ SFIയുടെ അഖിലേന്ത്യാ മെമ്പേഴ്സായിട്ടുള്ള ഐഷ ഘോഷ് ഉൾപ്പെടെ ഉള്ളവർ നിരാഹാര സമരം ഉൾപ്പെടെ കടന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഈ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഉൾപ്പെടെ ഉള്ളവർ രാജിവെക്കുകയുണ്ടായത്. അതിനോടൊപ്പം തന്നെ നമ്മൾ നേടിയെടുത്തിട്ടുള്ള ഒരുപാട് അവകാശങ്ങളും കൂടിയുണ്ട്. നമ്മുടെ NEPയെ റിജക്റ്റ് ചെയ്തത്, അതേപോലെ അവിടെ ഉണ്ടായിരുന്നിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റേഴ്സിൻ്റെ പേരിലും നിലവിൽ അവരുടെ പേരിൽ ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല. അങ്ങനെ നിരവധിയായിട്ടുള്ള ഈ ഒരു നിലപാട്, അല്ലെങ്കിൽ ഈ ഒരു കാര്യം നടന്നതിൻ്റെ പുറകിൽ കൃത്യമായിട്ടുള്ള ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ പങ്ക് അത് വളരെ വലുതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ CJPയുടെ മുൻനിര നേതാക്കൾ ഉൾപ്പെടെ ഇടതുപക്ഷ സംഘടനകളായ ASF പോലെ SFI പോലെയുള്ള ഇടതുപക്ഷ സംഘടനകളുടെ പങ്ക്, ഈ സമരത്തിലുള്ള പങ്കിനെ പോലും വളരെ തരത്തിൽ ആശംസ അറിയിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ടുള്ള പോസ്റ്റുകളെല്ലാം നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിലകൊണ്ട് വിദ്യാർത്ഥി സമര പോരാട്ടങ്ങളെല്ലാം മുമ്പിൽ നിൽക്കുന്ന ഒരു സംഘടനയാണ്. അപ്പം ഈ നീറ്റിൻ്റെ ഈ വിഷയത്തിൽ ഉൾപ്പെടെ കൃത്യമായിട്ടുള്ള തന്റെ നിലപാട് അറിയിച്ചു പോയിട്ടുണ്ട് SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന. ഈ ഇന്ത്യയുടെ നിലവിലെ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് ഇതിൻ്റെ ഭാഗമായിട്ട്, ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ഒരു തരത്തിലും ആദ്യത്തെ ഒരു മാസത്തിൽ ഒരു പ്രതികരണവും മറ്റു കാര്യങ്ങളോ, അല്ലെങ്കിൽ മീഡിയനെ കണ്ട് ഇത്തരത്തിൽ ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്നുള്ള കാര്യം പോലും ഇന്ത്യയിലെ കോൺഗ്രസ് പറഞ്ഞിട്ടില്ല. നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ട് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു ഇത്രയും നാൾ? രാഹുൽ ഗാന്ധി ഏറ്റവും അവസാനം 30ാമത്തെ ദിവസമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതും. അതിൻ്റെ ഭാഗമായിട്ട് ബാക്കിയുള്ള മല്ലികാർജ്ജുന ഖാർഗെ, VD സതീശൻ ഉൾപ്പെടെയുള്ള ബാക്കി സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രികൾ ഇതിൻ്റെ ഭാഗമായിട്ട് അവിടെ എത്തിച്ചേർന്നു. ഇത് വെറുമൊരു ക്രെഡിറ്റ് തട്ടിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവരെല്ലാവരും അവിടെ എത്തിച്ചേരുന്നത്. ബാക്കിയുള്ള നേതാക്കൾ, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ എത്തുന്നു, ഇതിൻ്റെ ഭാഗമായിട്ടൊരു പ്രതിഷേധം നടത്തുന്നു. അതിനുശേഷം അവരുടെ പൊടി പോലും നമുക്ക് അവിടെ കാണാൻ കഴിയുന്നില്ല. ഇതാണ് നിലവിലെ പ്രതിപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും അവസ്ഥ.